താരപ്പകിട്ടിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ചിരപരിചിതമായ മുഖം, അവർ ഫേവറേറ്റ് ആക്ട്രസ് വിനയ പ്രസാദാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. ഹലോ ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു വെരി മച്ച്. ഹലോ ടു യു. ഒരുപാട് സന്തോഷം. ഞാൻ എപ്പോഴും പഴയ സിനിമകളിട്ട് കാണുമ്പോൾ, ഇപ്പോൾ ടി വിയിൽ പഴയ സിനിമ കാണുമ്പോൾ, പുതിയ സിനിമകൾ കാണുമ്പോൾ അയ്യോ താരപ്പകിട്ടിലേക്ക് വിളിക്കണം എന്ന് എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ്. ഒരുപാട് സന്തോഷം. കുറേ വിളിച്ചിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, ഡേറ്റ്സ് തരാൻ പറ്റിയില്ല. ഇന്നാണ് അത് സാധിച്ചത്. എനിക്കും സന്തോഷമുണ്ട്. ഞാൻ ഇതുപോലത്തെ ഇൻ്റർവ്യൂസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ചാനൽ സർച്ച് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള, നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നല്ല ഒരു ഇൻ്റർവ്യൂ ആണ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഡിഗ്നിറ്റി. അതുകൊണ്ടാണ് എനിക്ക് വളരെ ഇഷ്ടമായത്. താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യം വിളിച്ചപ്പോൾ എന്നോട് അതാണ് പറഞ്ഞത്, യെസ് ജയന്തി എനിക്കും വരണം എന്ന്. അപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞ് അന്ന് മുതൽ ഞാനിങ്ങനെ എവ്രി വീക്ക് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഏറ്റവും സന്തോഷകരമായ കാര്യം, ഏറ്റവും അഡോറബിളായെന്ന് പറഞ്ഞാൽ മലയാളം വളരെ ഭംഗിയായി സംസാരിക്കുന്നു. മാതൃഭാഷ എന്ന് പറയുന്നത് തുളുവാണ്, ഉടുപ്പിയിലാണ് ജനിച്ചത്. പക്ഷെ എങ്ങനെ മലയാളം ഇത്രയും കാര്യമായിട്ട് പിന്നെ ചെയ്യുന്നു? കാര്യം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ദിസ് ഇസ് വെരി വെരി കമൻറ്റബിൾ. അതല്ല, അതിൻ്റെ പിന്നിലുള്ള ഒരു കഥ എനിക്ക് തന്നെ അറിയാം. പെരുന്തച്ഛൻ ചെയ്യുമ്പോഴാണ് ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിൻ്റെ ക്യാമറ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു 4 വഴികളുള്ള ഡയലോഗാണ് എനിക്ക് തന്നത്. മലയാളം ഒട്ടും ഇപ്പോഴും അറിയാത്ത ആളാണ് ഞാൻ. വേണുചേട്ടൻ്റെ അടുത്ത് പറയുന്ന ആ ഡയലോഗ്, അതെ അതെ, അവസാനത്തെ ഡയലോഗ്. അതെ, എനിക്ക് ഇപ്പോഴും എന്ന് വെച്ചാൽ ഇതിനു വേണ്ടി ഒരു ആശാരി പറയേണ്ടി വന്നു എന്നുള്ള ആ ഒരു ഡയലോഗ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതെ അതെ, ആ ഡയലോഗാണ് എനിക്ക് തന്നത്. പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. എനിക്ക് ഒട്ടും അറിയില്ല എന്ന് വെച്ചാൽ ഒട്ടും അറിയില്ല. എങ്ങനെ പറയേണ്ടത്, ഇൻറ്റോനേഷൻ എന്താ വേണ്ടത്, ഡിക്ഷൻ, അത് മാത്രമല്ല അർത്ഥം മനസ്സിലാവണ്ടേ. അവരെന്തൊക്കെ പറഞ്ഞു തന്നാലും ആ വാക്കുകൾ അറിയാത്തത് കൊണ്ട്, ഓരോ വേർഡ്സ് അറിയാത്തത് കൊണ്ടാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ റിക്വസ്റ്റ് ചെയ്തു. സന്തോഷ് ശിവൻ ഉണ്ടായിരുന്നു, ഡയറക്ടർ അജയ് എന്നുണ്ടായിരുന്നു, പിന്നെ തിലകൻ സാർ ഉണ്ടായിരുന്നു, നെടുമുടി സാർ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ടൈം കളയണ്ട, എന്നെ വിട്ടേക്ക്, ഇന്നത്തെ ദിവസം എന്നെ വിട്ടേക്ക്, ഞാനിത് ബൈഹാർട്ടാക്കാൻ പോകുന്നു, എന്നിട്ടാണ് ഞാൻ നാളെ ഇത് ചെയ്തു തരാം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അന്ന് വൈകുന്നേരം MT സാർ എത്തി ലൊക്കേഷനിൽ. അതൊരു ഭാഗ്യമാണ്. അവരാണ് എനിക്ക് മുഴുവൻ സ്റ്റോറി പറഞ്ഞിട്ട് എൻ്റെ കഥാപാത്രത്തിൻ്റെ വെയിറ്റേജ്, പിന്നെ ഞാൻ പറയാൻ പോകുന്ന ആ ഡയലോഗിന്റെ ഓരോ വാക്കുകളും അത് മൂർച്ചേറിയ വാക്കാണ്. പിന്നെ ഇങ്ങനെ തുളച്ചു കയറും. അവസാനത്തെ ആ ചോദ്യം ഉണ്ടല്ലോ, ഇത് പറയേണ്ടി വന്നോ എന്നുള്ളത്. അതെ അതെ. എന്നിട്ട് പങ്ക്ച്വേഷൻസ്, മെയിൻലി പങ്ക്ച്വേഷൻസ് എല്ലാം പറഞ്ഞിട്ട്, അന്നത്തെ കാലത്തിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് തരാനുള്ള യാതൊരു സാധനമോ ഇല്ലായിരുന്നു. മൊബൈലോ മറ്റേതോ മറിച്ചതോ ഒന്നുമില്ല. അപ്പോൾ വെറുതെ പറഞ്ഞു. അപ്പോൾ ഞാനത് ഓർത്ത് കന്നഡയിലൊക്കെ എഴുതി വെച്ചിട്ടാണ് ഞാനത് പഠിച്ചത്. എന്നിട്ട് രാത്രി മുഴുവൻ അത് പഠിച്ച. അപ്പം എനിക്ക് തോന്നി, ഇത്രയും വലിയ റെസ്പോൺസിബിളായിട്ടുള്ള ഒരു വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു ആർട്ടിസ്റ്റായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇവരൊക്കെ. അപ്പോൾ ഇനി കുറേ ഫിലിംസിൽ ചെയ്യാം, അല്ലെങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് എന്താണ് ഈ ഭാഷയെക്കുറിച്ച് എനിക്ക് കുറച്ചും കൂടി അറിയണം, അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നത് ശരിയല്ല. ഇങ്ങനെയാണ് എനിക്ക് തോന്നിപ്പോയത്. അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തതാണ്, അടുത്ത ദിവസം ഷൂട്ട് കഴിഞ്ഞ ശേഷം ബുക്ക് ഷോപ്പിൽ കയറിയിട്ട് ലേൺ മലയാളം ത്രൂ കന്നഡ ഇൻ 30 days, ഇങ്ങനെയാണ് ഒരു ബുക്ക് കിട്ടിയത്. ആ ബുക്ക് കൊണ്ട് ഞാൻ എൻ്റെ അഭ്യാസം ഞാൻ തുടങ്ങി. അവിടെ നിന്ന് ആദ്യമൊക്കെ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടില്ലേ? നമ്മൾ ശരിക്കും പറയണമൊക്കെ തെറ്റിപ്പോവില്ലേ? തെറ്റിപ്പോവും. പക്ഷെ അത് സഹായിക്കാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മലയാളം പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ മണിച്ചിത്രത്താഴൊക്കെ ആവുമ്പം കുറച്ച് കുഴപ്പമില്ലാതെ പറയുന്നതൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു സ്റ്റേജിലെത്തി. പക്ഷേ സ്ത്രീ സീരിയൽ ചെയ്യുമ്പോഴാണ് ശരിക്കും സംസാരിക്കാൻ തുടങ്ങിയത്. എന്ത് തെറ്റിയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതാ, ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറയണേ, ഇത് തെറ്റാണ്, ശരി എന്താണെന്ന് പോലും പറയണം. അപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുമല്ലോ. എന്നിട്ടാണ് ഇങ്ങനെയാണ് ഞാൻ
മലയാളം പഠിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് കുറേ ഇങ്ങനെ പറഞ്ഞ് എന്താ പറയുക, തെറ്റായിട്ടുള്ള വാക്കുകളും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ശരിയായിട്ടുള്ളതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാൻസ്ക്രിറ്റ് കുറച്ച് സാമ്യമുള്ളത് കൊണ്ട് ചില വേർഡ്സൊക്കെ എനിക്ക് അത്രയും കഷ്ടമാണെന്ന് തോന്നിയില്ല, ബുദ്ധിമുട്ടാണെന്ന് തോന്നിയില്ല കേട്ടോ. പക്ഷേ ഗ്രാമറാണ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അത് കൂടുതൽ ശ്രദ്ധിച്ചു ഞാൻ. പിന്നെ അതുപോലെ ഞാനൊരു ലിംഗ്വിസ്റ്റാണ്, എന്തെങ്കിലും പഠിക്കണം എന്ന് വെച്ചാൽ അപ്പം തന്നെ അത് ഇരുന്ന് അവിടെ തന്നെ പഠിക്കും. ഇങ്ങനെയാണ് എൻ്റെ സ്വഭാവം. കൺഗ്രാറ്റുലേഷൻസ്. കാര്യം അങ്ങനെയാണ് മലയാളം പഠിച്ചത്. ആ ഡയലോഗ്സ് അത് എന്ന് പറയുന്ന വളരെ അർത്ഥവത്തായ വാക്കുകളാണെന്ന് വെച്ചാൽ നമ്പൂതിരിക്ക് ഉണ്ടായി പറയി വളർത്തി അങ്ങനെ പറയുന്ന ആ ഡയലോഗ് എനിക്കിപ്പോഴും അത് പിക്ചറൈസ് ചെയ്യാൻ പറയട്ടെ. യെസ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി മറന്നിട്ടില്ല, പറഞ്ഞോളൂ. നിയമം തെറ്റിക്കണമെങ്കിൽ അത് നേരത്തെ ആവാമായിരുന്നു. 16 കൊല്ലവും 12,000 പണവും ചിലവാകും വരെ കാത്തു നിൽക്കേണ്ടിയിരുന്നില്ല. അനുഗ്രഹിച്ചവരുടെയൊക്കെ ശാപവും ഏറ്റി വാങ്ങിയാലേ തൃപ്തിയാവുന്നുണ്ടോ? ഇതായിരുന്നു ഡയലോഗ്. എന്നിട്ട് അവസാനം ഒരു ഡയലോഗ് അല്ല, അവസാനം ഇതിനിങ്ങനെ ഒരു ആശാരി പറയേണ്ടി വന്നോ എന്ന് ചോദിക്കുന്നു വേണുചേട്ടനോട്. പക്ഷെ ഈ ഡയലോഗ് ആയിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത. പിന്നെ എന്നെ ഒന്ന് ഒരു സ്ഫൂർത്തി വേണ്ടേ നമുക്ക് ഇത് പഠിക്കാന്നുള്ള, ഇല്ല ഞാൻ പഠിച്ചേ പറ്റൂ എന്നുള്ള ഒരു ഇതിലെത്തിയത് ഈ ഡയലോഗ് കൊണ്ടാണ്. എഴുതാനും അറിയാം കേട്ടാ, കുറച്ചൊക്കെ എഴുതാനും അറിയാം. പിന്നെ പ്രിന്റ് ആയിട്ടുള്ള ഏതെങ്കിലും എന്തുണ്ടെങ്കിലും ഞാൻ വായിക്കും. അപ്പോൾ എന്നും വീട്ടിലെ ഒരു അതിഥിയായിരുന്നു മലയാളികളുടെ വീട്ടിൽ. ആ സിനിമയ്ക്ക്, ഇതുവരെ ചെയ്ത സിനിമയ്ക്കാണോ അന്നത്തെ സീരിയലിനാണോ ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളത്? ഇപ്പോൾ എയർപോർട്ടിൽ നിന്നായാലും ട്രെയിനിൽ നിന്നായാലും ട്രാവൽ ചെയ്യുമ്പോഴായാലും ലൊക്കേഷനിലായാലും ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് ഞാൻ പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഈക്വലാണ്. ഞാൻ കൃഷ്ണകുടിയിലെ പ്രണയകാലത്ത് എന്നുള്ള ഒരു പടം കമൽ സാറിൻ്റെ ഡയറക്ഷനാണ്, മഞ്ജു വാര്യർ, ജയറാമും ഒക്കെയുള്ള ബിജുമേനൊക്കെ ഉള്ള സിനിമയാണ്. അങ്ങാടിപ്പുറം എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് അതിൻ്റെ ഷൂട്ട്. അപ്പോൾ ഷൂട്ടിനായിട്ട് നമ്മൾ അവിടെ പോകുമ്പം ആരോ ഒരാൾ അവിടെ നിന്ന്, ഒരാളല്ല കുറേ ആൾക്കാർ ശ്രീദേവി എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അപ്പം എനിക്ക് ഒട്ടും മനസ്സിലായില്ല കേട്ടോ, ആരായിരിക്കും ഇവിടെ, ശ്രീദേവി ആരെങ്കിലും ഉണ്ടാവും, നല്ല ഫേമസ് ആർട്ടിസ്റ്റ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം മഞ്ജു വാര്യർ പറഞ്ഞ ചേച്ചിയാണ് വിളിക്കുന്നതെന്ന്. അപ്പം എന്നെയോ ശ്രീദേവിന്നോ? തീർച്ചയായിട്ടും. കാര്യം ശ്രീദേവി മലയാളികളെ മുഴുവൻ സസ്പെൻസിൽ കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ആദ്യം വിചാരിച്ചു ശ്രീദേവിയാണ് ചിലങ്കയിട്ട് ആടുന്നത്. അതിന് ഫാസിൽ സർ ആ സിനിമ, കാര്യം ഒരു എപ്പോഴും നമുക്ക് കുറേയൊക്കെ ഇങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും, യെസ് ഇതിങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് ഒരു ക്ലൈമാക്സിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ഫുൾ ത്രിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശ്രീദേവി ഇങ്ങനെ നോക്കുന്നുണ്ട്, അപ്പം നമുക്ക് തോന്നും ശ്രീദേവി തന്നെയാണ് വില്ലത്തി. അതെ, ഇങ്ങനെയാണ് ശ്രീദേവി എന്നുള്ള ക്യാരക്ടർ ഇത്രയും ഫേമസ് ആണ്, ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നുണ്ടെന്ന് അന്നേ എനിക്ക് തോന്നിപ്പോയി. അത് കഴിഞ്ഞിട്ട് സ്ത്രീ ചെയ്യുമ്പോഴാണ് ഈ ഇൻ്റർനാഷണൽ എയർപോർട്ട്സിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഉണ്ടാവുമല്ലോ, അവിടെ അന്നത്തെ കാലത്ത് അതിൻ്റെ CD ഒക്കെ കിട്ടുമായിരുന്നു. CD കാസറ്റ്, അന്നത്തെ കാലത്ത് കാസറ്റ് ആയിരുന്നു, VCRs ആയിരുന്നു. ആ VCR അവിടെ കിട്ടുമായിരുന്നു. ഞാൻ ദുബായ്, കുവൈത്ത് അവിടെയൊക്കെ പോകുമ്പം തിരിച്ചു വരുമ്പോൾ എല്ലാ ഡ്യൂട്ടി ഫ്രീ ഷോപ്സിലും ആ ഇതുണ്ടായിരുന്ന ആ ആൾക്കാർ കാണിച്ചത് എന്നോട്. ഇതൊക്കെ നിങ്ങളുടെ സീരിയലിൻ്റെ VCR ഉണ്ട്, ഡിമാൻഡ് ഉണ്ട് കുറേ, അതാ ഞങ്ങൾ ഇത് വിറ്റുകൊണ്ടിരിക്കുന്നതെന്ന്. എനിക്ക് അതിശയായിപ്പോയി. അപ്പോൾ സീരിയലാണോ സിനിമയാണോ? ആ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടും ഈക്വലാണ് എനിക്ക്. ഒരു സ്ത്രീയും ഇന്നും ഒരു സ്ത്രീയെ എല്ലാവരും ഓർക്കുന്നുണ്ട്. എല്ലാവരും ആ ക്യാരക്ടറിൻ്റെ പേര് ഇന്ദു ആയിരുന്നു. ഇന്ദു ചേച്ചി എന്ന് പലവരും എന്നെ വിളിക്കാറുണ്ട്. പിന്നെ ശ്രീദേവി എന്നുള്ള വിളി ഇപ്പോഴത്തെ കൊച്ചും കണ്ടിട്ടുണ്ട്, അന്നത്തെ സീനിയർ സിറ്റിസൺസും കണ്ടിട്ടുണ്ട്, അന്നത്തെ കൊച്ചുകളും കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംഭവമാണ്. മണിച്ചിത്രത്താഴ് ഒരു സിനിമ മാത്രമല്ല, അതൊരു വലിയ സംഭവമാണ്. എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട, എല്ലാ തലമുറയിൽപ്പെട്ട ആൾക്കാരും കണ്ട ഒരു സിനിമയാണ്. കാര്യം TV-യിലും എപ്പോഴും വരുന്നുണ്ടല്ലോ. ഭാഷ സിനിമയ്ക്ക് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഭാഷയ്ക്കപ്പുറമുള്ള ഒരു കലാരൂപമാണ്. ഇപ്പം തമിഴ് ചെയ്തിട്ടുണ്ട്, തെലുഗു ചെയ്തിട്ടുണ്ട് ചേച്ചി, കന്നഡ ഈസ് യുവർ ഓൺ വേൾഡ്, തുളു ചെയ്തിട്ടുണ്ട്, ആൻഡ് മലയാളവും. ഇത്തരം വിവിധ ഭാഷകൾ ചെയ്യുമ്പോൾ
തോന്നിയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താണ്? എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തമിഴ് ചെയ്യുമ്പം കുറച്ച് ലൗഡായിരിക്കും അവിടുത്തെ എക്സ്പ്രഷൻസും ഡയലോഗ് ഡെലിവറിയും. പിന്നെ സട്ടിലിറ്റി വളരെ കുറവാണ് അവിടെ. ഭയങ്കര സട്ടിലായിട്ട് ചെയ്താൽ ഇത് അഭിനയിച്ചില്ല എന്ന് തോന്നുന്നു, അപ്പോൾ കുറച്ചും കൂടി ചെയ്യണം എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് കന്നഡയിൽ വരുമ്പം അയ്യോ ചേച്ചി അത്രയും ചെയ്യല്ലേ, ഇത് തമിഴ് പോലെ ആയി പോവും എന്നാണ് പറയുന്നത്. അപ്പോൾ കന്നഡയിൽ അതിനേക്കാൾ ഒരു പടി കുറവ്. മലയാളത്തിൽ കയറി വരുമ്പോൾ എന്തെങ്കിലും ഒരു ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ എന്ന് ഞാൻ ഇങ്ങനെ കണ്ണു തുറന്ന് സംസാരിക്കുമ്പോൾ ഡയറക്ടർ പറയും അയ്യോ അത്രയും കണ്ണു തുറക്കല്ലേ, വേണ്ട, അത് ഒന്ന് ഇത് മതി, ആ ഭാവം മതി, ദേഷ്യത്തിന്റെ ഭാവം മതി, ഇതാണ് ഇത്. പിന്നെ തെലുഗു ചെയ്താൽ തെലുഗു കൂടുതൽ ലൗഡാണ് എല്ലാത്തിലും, എക്സാജറേഷനിലും പിന്നെ നേറ്റിവിറ്റി പ്രൊജക്ഷനിലും പിന്നെ എല്ലാം അവിടെ കൂടുതലാണ്. പക്ഷെ നേറ്റിവിറ്റി ഏതൊരു മോഡേൺ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പോലും അതിൽ നേറ്റിവിറ്റിയെ കേട്ടിട്ട് അത് ഉൾക്കൊള്ളാവുന്ന ഒരു ഇതുള്ളത് മലയാളത്തിലാണ്. എവിടെ പോയാലും കണ്ടുപിടിക്കാം നമുക്ക് ഇവിടെ ഒരു മലയാളി ഉണ്ടെന്ന്. ഞാൻ പറയട്ടെ, ഒരു 4th നാഷണൽ ഗെയിംസ് എന്ന് പറയുന്ന ഇവിടെ ഒരു ബാംഗ്ലൂരിൽ വെച്ച് വലിയൊരു ഇതുണ്ടായിരുന്നു, ഫങ്ഷൻ ഉണ്ടായിരുന്നു, പരേഡ് ഉണ്ടായിരുന്നു. അതൊരു സ്റ്റേഡിയത്തിലായിരുന്നു. അപ്പോൾ പല രാജ്യങ്ങളിലും എല്ലാവരും വന്നിരുന്നു, പാർട്ടിസിപ്പൻസ് വന്നിരുന്നു. അവരുടെ നേറ്റീവ് ഡ്രസ്സസ് ആയിരുന്നു, ചിലവർ അങ്ങനെ കാഷ്വലായിട്ട് വന്നിരുന്നു. അവസാനത്തിൽ വന്നത് കേരളമാണ്. വരുമ്പോൾ തന്നെ നമുക്ക് ആ ലൈനിൽ തന്നെ അവിടെയും വരെ കാണുമ്പോൾ അവിടെ കാണാം നമുക്ക് ആ ഇതൊക്കെ മുണ്ടൊക്കെ എടുത്തിട്ട് ആ കുടയൊക്കെ പിടിച്ച് നടക്കുന്ന ഒരു ഭംഗി. അപ്പം തന്നെ ആരും പറയണ്ട ഇത് കേരള ആണെന്ന് ആരും പറയണ്ട, അത്രയ്ക്ക് ഒരു യുണീക്ക് ക്വാളിറ്റിയാണ് ഉള്ളത്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയില്ലേ. കന്നഡയിൽ ആണ് അവാർഡുകൾ വാരിക്കൂട്ടിയത്. എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ആക്ടേഴ്സ് അവാർഡ് കിട്ടി, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് അവാർഡ് കിട്ടി. പക്ഷേ മലയാളം ശരിക്കും എന്നെ ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് അർഹമായൊരു സ്പേസ് കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പോഴും ഒരു സീനിയർ സിറ്റിസണിൽ നിന്ന് ഒരു കൊച്ചുകുട്ടിയെ വരെ ശ്രീദേവിയെ ഓർക്കുന്നുണ്ട്. സ്ത്രീ പരമ്പര ഇതുവരെ കമേഴ്ഷ്യലി എല്ലാ ചാനൽസിലും TRP എന്ന് പറയുമ്പം സ്ത്രീയുടെ ഫയലാണ് ആദ്യം എല്ലാവരും സ്റ്റഡി ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോഴും മോഡേൺ മോസ്റ്റ് എൻജിനീയേഴ്സോ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ആൾക്കാരോ ഇസ്രോയിലുള്ളവരോ ആരായാലും സ്ത്രീയെ ഓർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ സ്ഥാനം വലിയ സ്ഥാനമാണ്. അത് ഏതൊരു അവാർഡിനേക്കാളും ഉപരിയാണ് ഉള്ളത്. ആക്സെപ്റ്റൻസ്, പിന്നെ റിമെമ്പറൻസ്. ആക്സെപ്റ്റൻസ് മാത്രമല്ല, റിമെമ്പറൻസ്. കണ്ടപ്പോൾ തന്നെ എവിടെ പോയാലും, ഏതൊരു രൂപത്തിൽ പോയാലും, ഏതൊരു ബുർക്കായിട്ടിട്ട് പോയാലും, ഏതൊരു ഗെറ്റപ്പിൽ പോയാലും, ഇത് വിനയപ്രസാദല്ലേ, സ്ത്രീയല്ലേ, മണിച്ചിത്രത്താൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും സ്ഥിരമായി കേൾക്കുന്ന എന്നും എനിക്ക് കിട്ടുകൊണ്ടിരിക്കുന്ന അവാർഡാണ് ഇത്. വലിയൊരു ഓസ്കറിനേക്കാളും കൂടുതലാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അവാർഡ്. വളരെ വളരെ നന്ദിയുണ്ട്. ഇതിനേക്കാൾ കൂടുതലൊരു അവാർഡ് ഞാൻ പ്രതീക്ഷിക്കുകയില്ല.